ഹായ്, ഇന്ന് ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഉഴുന്ന് പൊടിയാണ് റെസിപ്പി ആയിട്ട് കാണിക്കുന്നത്. ഉഴുന്ന് പൊടി പെട്ടെന്ന് എങ്ങനെ കരിയാതെ ഉണ്ടാക്കാമെന്നാണ് ഈ വീഡിയോ. ഉഴുന്ന് പൊടി വറുക്കാൻ ഉപയോഗിക്കുന്ന ചീനച്ചട്ടിയിൽ ഒരു അല്പം വെള്ളം പോലും കാണരുത്. ഉഴുന്ന് വറുക്കാനായി ഇടുന്ന സമയം ഹൈ ഫ്ലെയിമിലായിരിക്കണം ഗ്യാസ് ഓൺ ചെയ്ത് വെക്കേണ്ടത്. 30 സെക്കൻഡോളം ഹൈ ഫ്ലെയിമിലും അതിനുശേഷം ലോ ഫ്ലെയിമിലും ഇട്ട് വേണം വറുക്കാൻ. ഇനി ഹൈ ഫ്ലെയിമിലാക്കാനേ പാടില്ല. കൈ വിടാതെ ഇളക്കിയെടുക്കുക തന്നെ വേണം. ഉഴുന്നെല്ലാം ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ വറുക്കണം. ഇടയ്ക്ക് അതിലെ ഉഴുന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പച്ച ചൊവയില്ലെങ്കിൽ അതിലേക്ക് ഒരല്പം മുളക് പൊടി, ഉപ്പ്, കായപ്പൊടി. ഉഴുന്ന് പൊടിക്ക് കട്ടക്കായത്തിനേക്കാൾ കായപ്പൊടി ഉപയോഗിക്കുന്നതാണ് നല്ലത്. കട്ടക്കായം അലിയാൻ കുറച്ച് താമസിക്കും. ഇനി കുരുമുളക് ഇടാം. കുരുമുളക് വളരെ കുറച്ചേ ഇടാവൂ. 2 സെക്കൻഡോളം മാത്രമേ ഫ്ലെയിം ഓൺ ചെയ്യാവൂ. ഈ സമയം പെട്ടെന്ന് ഉഴുന്ന് കറുത്തു പോവാൻ ചാൻസ് ഉണ്ട്. ഇനി ഓഫ് ചെയ്ത് ചെറിയ ചൂടിൽ മാത്രം മുളക് വറുത്തെടുക്കാം. ഉഴുന്ന് പൊടി പല രീതിയിൽ ഉണ്ടാക്കുന്നവരും ഉണ്ട്. പക്ഷേ ഇതിന്റെ പരുവങ്ങൾ മിക്ക ആളുകൾക്കും അറിയില്ല. അതൊന്ന് കാണിച്ചു തരാൻ മാത്രമാണ് ഈ വീഡിയോ. ഇതിന്റെ എല്ലാ ടിപ്പുകളും ഞാൻ ടെക്സ്റ്റായും കൂടി ഇടുന്നുണ്ട്. വറുത്തെടുത്ത ഉഴുന്ന് ഒരു ജാറിലേക്ക് ഇടണം. ജാറിൽ ഒരു അല്പം വെള്ളം പോലും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് അടിച്ചെടുക്കാൻ. ആവശ്യമെങ്കിൽ ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കും. അധികം മൂത്തു പോവാത്ത എന്നാൽ കരിയാത്തതുമായിട്ടുള്ള ഉഴുന്ന് പൊടി ഉണ്ടാക്കാനുള്ള രീതിയാണ് ഇന്ന് ഈ കാണിച്ചത്. സ്ക്രോൾ ചെയ്ത് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ടിപ്പ് കൂടി പറഞ്ഞു തരാം. ഇഡലി അവിച്ച് വെക്കുന്ന ഈ സമയത്ത് ഉടൻ തന്നെ വാങ്ങി മാറ്റി വെക്കണം. ഇല്ലെങ്കിൽ ഇഡലിയുടെ സ്മൂത്ത്നെസ് പോവും. എൻ്റെ ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ.